അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 7th ടൈം 18 ആണ്. അതായത് x7 എത്രയാണ്? 18 ആണ്. അതേപോലെ 18th ടൈം x18 എത്രയാണ്? 7 ആണ്. ഇവിടുന്ന് എന്താ കണ്ടുപിടിക്കുക? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡി കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതായിരിക്കും? xn മൈനസ് എക്സ് എം ഈസ് ഈക്വൽ ടു എൻ മൈനസ് എം ഇൻറ്റു ഡി. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് എൻ എത്രയാണ്? 18 മൈനസ് എക്സ് എം എത്രയാണ്? 7 ഈസ് ഈക്വൽ ടു എൻ മൈനസ് എം. അതായത് 7 മൈനസ് 18 ഇൻറ്റു ഡി എന്ന് വരും. 18 7 കുറച്ചാൽ എത്ര കിട്ടും? 18 7 കുറച്ചാൽ 11 കിട്ടും. 11 സമം മൈനസ് 11 ഡി എന്ന് കിട്ടും. കാരണം 7 അവിടെ 18 പറയുന്നത്, മൈനസ് 11 ഡി എന്ന് കിട്ടും. അവിടുന്ന് ഡി കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 11 ബൈ മൈനസ് 11 എന്ന് വരും. ഡി ഈക്വൽ എന്ന് കിട്ടും ആൻസർ -1 എന്ന് കിട്ടും. അപ്പം ഡിയുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? x25 എത്രയാണെന്നാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സെയിം ഇക്വേഷനാണ്. ഏത്? xn ഈസ് ഈക്വൽ ടു എക്സം. ആ എക്സം അവിടെ കുറച്ച് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ കൂട്ടുന്നതേ ഉള്ളൂ. എക്സം പ്ലസ് എൻ മൈനസ് എം ഇൻറ്റു ഡി. ഞാൻ എക്സ് ആയിട്ട് എത്ര എന്ന് വിളിക്കുന്നു? x25 എന്ന് വിളിക്കുന്നു. അപ്പം എക്സം എത്രയാണ്? ഞാനിപ്പോൾ x7 എടുക്കുവാണ്. അപ്പോൾ എത്ര എന്ന് കിട്ടും? 18 പ്ലസ് എൻ മൈനസ് എം എന്ന് വെച്ചാൽ 25 മൈനസ് 7. 25 7 കുറച്ച് എത്ര കിട്ടും? 25 5 20 18 ഡി എന്ന് വരും. ഡിയുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 18 മൈനസ് 18 എന്ന് കിട്ടും. 18 18 കുറച്ച് എത്ര കിട്ടും? 0. അപ്പോൾ x25 എത്രയാണ്? 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സം ഓഫ് ഫസ്റ്റ് 49 ടൈംസ്. അപ്പോൾ എസ് എൻ ഇക്വേഷൻ എഴുതുന്നത് എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് ഡി എൻ മൈനസ് ഡി. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എന്ത് വരും? 49/2 ഇൻറ്റു 2f. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 49th ടൈമിൻ്റെ മിഡിൽ ടൈമായിട്ട് എന്ത് വരും? 25th ടൈം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിഡിൽ ടൈം അറിയാമെങ്കിൽ മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ആണ് സം എന്ന് പറയാം. മിഡിൽ ടൈം എത്രയാണ്? 0 ആണ്. അപ്പം 0 ഇൻറ്റു 49 എത്ര എന്ന് കിട്ടും? ആൻസർ 0 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 49 ടൈമിൻ്റെ സം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അടുത്ത് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 50 ടൈംസ്. ആദ്യത്തെ ഫസ്റ്റ് 50 ടൈംസിൻ്റെ സമ്മാണ് നമ്മൾ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തോ കണ്ടുപിടിക്കും? x50 കണ്ടുപിടിക്കും. x50 കണ്ടുപിടിക്കാൻ എന്തോ ഇക്വേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ. എന്ത്? xn ഈസ് ഈക്വൽ ടു എക്സം പ്ലസ് എൻ മൈനസ് എം ഇൻറ്റു ഡി. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ xn എത്രയാണ്? x50 സമം എക്സം ആയിട്ട് ഞാൻ x25 എടുക്കുന്നു. x25 പ്ലസ് എൻ മൈനസ് എം ഇൻറ്റു ഡി. എൻ മൈനസ് എം ഇൻറ്റു ഡി. അപ്പോൾ എന്ത് വരും? x25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. 0 പ്ലസ് എൻ മൈനസ് എം. അതായത് 50 മൈനസ് 25 എത്ര എന്ന് കിട്ടും? 25 ഇൻറ്റു -1. അപ്പോൾ എത്ര എന്ന് കിട്ടും? ആൻസർ -25 എന്ന് കിട്ടും. അപ്പം x50 എത്രയാണ്? x50 എത്രയാണ്? 250 ആണ്. കാരണം 49 വരെയുള്ള ടൈംസിൻ്റെ സമ്മ് 0 ആണ്. അപ്പം 50 വരെയുള്ള ടൈംസിൻ്റെ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത്? ആ 50ാമത്തെ ടൈം ആയിരിക്കും സമ്മായിട്ട് കിട്ടുന്നത്. 50ാമത്തെ ടൈം എത്രയാണ്? -25 ആണ്. അപ്പം s25 എത്ര s50 എത്രയാണെന്ന് കിട്ടും? -25 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു AP-യിൽ 20 ടൈംസ് ഉണ്ട്. അതിന് ആദ്യത്തെയും അവസാനത്തെയും ടൈമിൻ്റെ സമ്മ് 67 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെയും 19ാമത്തെയും ടൈമിൻ്റെ സമ്മ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര തന്നെയായിരിക്കും? ഈ 67 തന്നെ ആയിരിക്കും. കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. 10th ടൈം എത്ര തന്നപ്പോൾ ഉണ്ട്? 32 ആണെന്ന് തന്നപ്പോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 11th ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കുന്നു? ഫസ്റ്റ് ടൈം എഫ് ആണ്. എഫ് പ്ലസ് 19D എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് തന്നപ്പോൾ ഉണ്ട്? 67. കാരണം സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം എത്രയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്? 67. ഇപ്പോൾ എന്ത് പറഞ്ഞു? ഇവിടെ എന്ത് കിട്ടും? 2f പ്ലസ് 19D എത്രയാണെന്ന് കിട്ടി? നമുക്ക് 67. ഇതേപോലെ നമ്മളടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞപ്പോൾ ഉണ്ട്. എന്ത്? എഫ് പ്ലസ് 9D എത്രയാണെന്ന് തന്നിപ്പം ഫസ്റ്റ് 10th ടൈം എത്രയാണ്? 32. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 11th ടൈം. ഞാൻ ഇതിൽ നിന്നൊന്ന് കുറയ്ക്കുക. അന്നേരം എന്ത് കിട്ടും? എഫ് 2f എഫ് കുറച്ച് എഫ് കിട്ടും. എഫ് പ്ലസ് 10D ഈസ് ഈക്വൽ ടു 67 32 കുറച്ച് എത്ര കിട്ടും? 35. എഫ് പ്ലസ് 10D എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇക്വേഷനാണ്? x11 ഇക്വേഷനാണ്. അപ്പോൾ എന്ത് കിട്ടി? 11th ടൈം എത്രയാണ്? 35 ആണ്. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമൺ ഡിഫറൻസ് എത്രയാണെന്നാണ്. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി x10 അറിയാം എത്രയാണ്? 32. x11 അറിയാം 35. അത് നമുക്ക് കുറച്ച് നോക്കിയാൽ മതി. 35 മൈനസ് 32 എത്ര കിട്ടും? 3. അപ്പം കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ എത്രയാണ്? D ഈസ് ഈക്വൽ ടു എന്ത് വരും? x11 മൈനസ് x10 എന്ന് വരും. അതായത് 35 മൈനസ് 32. ആൻസർ എത്ര എന്ന് കിട്ടും? 3. അത്രേ ഉള്ളത് ചെയ്യാൻ. അടുത്ത എന്താണ്?
വാട്ട് ഈസ് ഇറ്റ് ഫസ്റ്റ് ടൈം, ആദ്യത്തെ ടൈം കണ്ടുപിടിക്കണം. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എം പ്ലസ് എൻ മൈനസ് എം ഇൻറ്റു ഡി. അപ്പം എക്സ് എൻ്റെ വാല്യൂ അറിയത്തില്ല, എക്സ് വൺ ആണെന്ന് ഞാൻ എടുക്കുന്നു. എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് എം ആയിട്ട് എനിക്കറിയാവുന്ന ഏത് ടൈമുണ്ട്, എക്സ് ടെൻ എന്ന് എടുക്കുന്നു. പ്ലസ് എൻ മൈനസ് എം, 1 - 10 ഇൻറ്റു ഡി എന്ന് വരും. 1 - 10 ഇൻറ്റു ഡി അല്ലേ? 1 - 10 ഇൻറ്റു ഡി ആവുമ്പോൾ 1 - 10 എത്രയാണ്? -9 ആണ്. എക്സ് ടെൻ്റെ വാല്യൂ എത്രയാണ്? 32. അപ്പം 32 പ്ലസ് -9 ഇൻറ്റു 3. -9 ഇൻറ്റു 3 എത്ര വരും? 27. 32 - 27 കിട്ടും. ആൻസർ എത്ര എന്ന് കിട്ടും? 5. അപ്പം എക്സ് കൊണ്ട് വാല്യൂ എത്രയാണ്? 5 ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ടൈം എത്രയാണ്? 5 ആണ്. നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? എസ് എന്നിൻ്റെ എക്സ് എന്നിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നപ്പോൾ എന്താണ്? 81 - 8 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം ഏതാണെന്നാണ്. ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഇനി 1 കൊടുക്കുക. അപ്പോൾ 81 മൈനസ് എന്തെന്ന് വരും? 81 മൈനസ് 8 ഇൻറ്റു 1 എന്ന് വരും. 8 ഇൻറ്റു 1 എത്രയാണ്? 8 ആണ്. അപ്പോൾ 81 മൈനസ് 8, 81 8 കുറച്ച് എത്ര കിട്ടും? 73. അപ്പോൾ എക്സ് കൊണ്ട് എത്രയാണെന്ന് കിട്ടി? 73. ഇനി അടുത്ത എന്താണ്? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ 10th ടൈം? 10th ടൈം എന്താണെന്ന് വെച്ചാൽ ഇനി 10 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 81 മൈനസ് 8 ഇൻറ്റു 10. അപ്പം 81 മൈനസ് 80. 81 8 കുറച്ച് എത്ര കിട്ടും? 1. അപ്പം 10th ടൈം എന്താണ്? 1 ആണെന്ന് കിട്ടി. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് 9ാമത്തെ ക്വസ്റ്റ്യനാണ്. 9ാമത്തെ ക്വസ്റ്റ്യനിൽ സം ഓഫ് ഫസ്റ്റ് 9 ടൈംസ്, അതായത് S9 എത്ര ആണെന്ന് തന്നപ്പോൾ ഉണ്ട്? 144 തന്നപ്പോൾ ഉണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത് ചോദിച്ചിരിക്കുന്ന അതേപോലെ എന്ത് തന്നപ്പോൾ ഉണ്ട്? സം ഓഫ് നെക്സ്റ്റ് 6 ടൈംസ് 231 തന്നപ്പോൾ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ അടുത്ത് ചോദിച്ചിരിക്കുന്ന 5th ടൈം ഏതാണെന്നാണ്. നമുക്ക് ഫസ്റ്റ് 9 ടൈംസിൻ്റെ സം അറിയാം. അങ്ങനെയാണെങ്കിൽ അതിന് നടുക്ക് വരുന്ന ടൈം ആയിരിക്കും എന്ത്? 5ാമത്തെ ടൈം. അങ്ങനെയാണെങ്കിൽ എന്താണ്? S9 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു x5 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം എന്താണ്? S9 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു x5. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x5 ആണ് കണ്ടുപിടിക്കേണ്ടത്. S9 എത്രയാണ്? 147. 9 ഗുണിച്ചേക്കൊണ്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടു എന്ന് കിട്ടും x5. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 144/9. 9 9 54. അപ്പം 16 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 16. അപ്പം x5 5ാമത്തെ ടൈം എത്രയാണ്? 16 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ 8ാമത്തെ ടൈം ഏതാണെന്ന്. 8ാമത്തെ ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നേപ്പോൾ ഉണ്ട്? S9 തന്നേപ്പോൾ ഉണ്ട്. എത്രയാണ്? 144. അതേപോലെ സം ഓഫ് നെക്സ്റ്റ് 6 ടൈംസ് തന്നേപ്പോൾ ഉണ്ട്. എത്രയാണ്? 231. അങ്ങനെയാണെങ്കിൽ S15 കണ്ടുപിടിക്കാമല്ലോ. S15 ഈസ് ഈക്വൽ ടു എന്ത് വരും? 144 പ്ലസ് 231. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 200 100 300 375. അപ്പോൾ S15 എത്രയാണ്? 375. അപ്പം S15 കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ എന്താണ്? 15 ഇൻറ്റു x8. അവിടുന്ന് x8 എന്ത് കിട്ടും? 375/15. 15 കൊണ്ട് 2 30, 15 കൊണ്ട് 5 75. അപ്പോൾ x8 എത്രയാണെന്ന് കിട്ടി? 25 കിട്ടി. ഇത്രയും കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇനി അടുത്ത എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അതിന് നമുക്ക് എന്തറിയാം? ഇക്വേഷൻ എഴുതുകൊണ്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. xn ഈസ് ഈക്വൽ ടു xm പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അല്ലെങ്കിൽ എന്ത്? ഇക്വേഷൻ വേണ്ട, നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. xn മൈനസ് xm ഈസ് ഈക്വൽ ടു n മൈനസ് m ഇൻറ്റു ഡി. x5ഉം x8ഉം നമുക്കറിയാം. സോ x8ൽ നിന്ന് ഞാൻ x5 കുറയ്ക്കുന്നു. x8 എനിക്ക് എത്ര ആയിരുന്നു കിട്ടിയത്? x8 എന്ന് പറഞ്ഞാൽ 25ഉം x5 എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? 16 ഈസ് ഈക്വൽ ടു 8 മൈനസ് 5 ഇൻറ്റു ഡി. 25 16 കുറച്ച് എത്ര കിട്ടും? 9. 9 ഈസ് ഈക്വൽ ടു 3D എന്ന് കിട്ടും. അവിടുന്ന് ഡി എന്ത് കിട്ടും? 9/3 3 ആണെന്ന് കിട്ടും. അപ്പം കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അടുത്തത് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആൾജിബ്രൈക് എക്സ്പ്രഷനാണ്. ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടൈം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് x5 എത്രയാണെന്ന് അറിയാം.
x5 16 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ x1 ഇക്വേഷൻ എഴുതുന്നത് x1 ഈസ് ഈക്വൽ ടു x5 മൈനസ് എന്തെന്ന് വരും 4d. x5 എത്രയാണ് 16 മൈനസ് 4 3 എന്ന് വെച്ചാൽ 16 മൈനസ് 12 എന്ന് വരും. 16 12 കുറച്ച് എത്ര കിട്ടും 4. അപ്പോൾ x5 എത്രയാണ് x1 എത്രയാണ് 4 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി x1 അല്ലെങ്കിൽ എഫ് എത്രയാണെന്ന് കിട്ടി 4 കിട്ടി. ഇനി നമ്മൾ എക്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എന്താണ് എക്സിൻ്റെ ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഡി എൻ മൈനസ് ഡി. എഫ് എത്രയാണ് 4 4 പ്ലസ് ഡി 3 ആയതുകൊണ്ട് 3n മൈനസ് 3. 4 3 കുറച്ച് 1 കിട്ടും. അപ്പം എന്തെന്ന് കിട്ടും 3n പ്ലസ് 1. അപ്പം എക്സിൻ്റെ ഇക്വേഷൻ എന്താണ് 3n പ്ലസ് 1 എന്നാണ്. അതായത് ആൾജിബ്രിക് ഫോർമുല കിട്ടി. അടുത്ത പാറ്റേൺ കണ്ടോ 1 2 3 4 അടുത്ത 5 6 7 8 9. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ലൈൻ എഴുതാൻ എന്ത് വരും 10 11 12 13 14 15 16 എന്ന് കിട്ടും. അടുത്ത എന്താണ് റൈറ്റ് ദ സീക്വൻസ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ഈച്ച് ലൈൻ. അപ്പോൾ എന്താണ് ആദ്യത്തെ റോയിലെ 1 അടുത്ത എത്രയാണ് 4 അതിൻ്റെ അടുത്ത് എത്രയാണ് 9 അടുത്തത് 16 എന്ന് കിട്ടി. അടുത്ത എത്ര ആയിരിക്കും 25 ഇങ്ങനെ അങ്ങ് പോകും. എന്നിട്ട് സി ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് വിൽ ബി ദ ലാസ്റ്റ് നമ്പർ ഇൻ 10th ലൈൻ. 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ അത് എത്ര ആയിരിക്കും 10ൻ്റെ സ്ക്വയർ ആയിരിക്കും. എത്ര എന്ന് കിട്ടും 100 എന്ന് കിട്ടും. കാരണം ഫസ്റ്റ് റോയിൽ എൻഡ് ചെയ്തേക്കുന്നത് 1 ആണ്. സെക്കൻഡ് റോയിൽ 2ൻ്റെ സ്ക്വയറായ 4 എൻഡ് ചെയ്തേക്കുന്നു. തേർഡ് റോയിൽ 3യുടെ സ്ക്വയറായ 9 എൻഡ് ചെയ്തേക്കുന്നു. അങ്ങനെ പോകുമ്പോൾ 10th റോയിൽ എന്ത് ചെയ്യണം 10ൻ്റെ സ്ക്വയറായ 100 എൻഡ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ഫസ്റ്റ് 10 ലൈൻസ്. ഈ ആദ്യത്തെ 10 വരികളിലെ എല്ലാ നമ്പേഴ്സിനെയും കൂടെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. അതിനു വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് 1 മുതൽ 100 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും സം കണ്ടുപിടിക്കണം. സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ് എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2. അതായത് എന്ത് വരും 100 ഇൻറ്റു 100 100 കൂട്ടി എത്ര വരും 101/2. 100/2 എത്രയാണ് 50 ഇൻറ്റു 101 എന്ന് വരും. ആൻസർ എത്ര കിട്ടും 50 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് നമ്മുടെ 4 മാർക്ക് സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ മോഡൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം 5 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യനുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.